നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ്. മൊഴിയിൽ വിവാദം കൊഴുക്കുന്നു. ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി KM മാണിക്കെതിരായ കുറ്റപത്രം ഉടൻ നൽകുമെന്ന് സൂചന. ബാറുടമകളിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ബാറുടമകൾ പണം പിരിച്ചത് കോഴ നൽകാനെന്ന് അന്വേഷണ സംഘത്തിന് വിവരം. വിജിലൻസിന്റെ അന്വേഷണ വിവരം ചോരുന്നതിൽ അതൃപ്തിയും അമർഷവും രേഖപ്പെടുത്തി മന്ത്രി മാണി. അന്വേഷണ വിവരം ചോരുന്നത് ഗുരുതര വിഷയം. അന്വേഷണത്തെ സ്വാധീനിക്കാനില്ലെന്നും മാണിയുടെ പ്രതികരണം. താൻ പോലും അറിയാതെയാണ് റിപ്പോർട്ട് ചോർന്നതെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം നീണ്ടുപോകുന്നതിൽ തനിക്കും അതൃപ്തി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാകണമെന്നാണ് ആഗ്രഹം. റിപ്പോർട്ട് ചോർന്നത് അന്വേഷിക്കുമെന്നും രമേശ് ചെന്നിത്തല. നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് 4 ബാറുടമകൾ കോടതിയിൽ നിലപാടറിയിച്ചു. അമ്പിളിയുടെ നുണപരിശോധനാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മാണി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് VS. പാർട്ടിയിലാക്കിട്ട് VSന്റെ വാരിക്കുന്തം. മലബാർ സിമന്റ്സ് അഴിമതി ആയുധമാക്കി പാർട്ടിക്കെതിരെ VSന്റെ വെല്ലുവിളി. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കൂടി ആരോപണ വിധേയനായ കേസിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് വീണ്ടും VS. പ്രതിപക്ഷ നേതാവിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം എളമരം കരീമിന് ക്ലീൻ ചിറ്റ് നൽകിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടിന് പിന്നാലെ VSനെ ചൊടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന് UDFന്റെ രക്ഷകവേഷമെന്ന സെക്രട്ടേറിയറ്റ് പ്രമേയം. പ്രമേയത്തിലെ താക്കീതിനോട് പ്രതികരിക്കാതിരുന്ന VS കരീമിനെ ആയുധമാക്കി പോരാട്ടത്തിന് പുറപ്പെടുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ. VSന്റെ ആവശ്യം സിമന്റ്സ് അഴിമതി CBI അന്വേഷിക്കണമെന്ന് KPCC ആവശ്യത്തെ പിന്തുണച്ച്. ഉയരെടുക്കുന്ന ഉഷ്ണക്കാറ്റിൽ തിളയ്ക്കുന്ന ചൂടിൽ മരണസംഖ്യ ഉയരുന്നു. ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലായി മരിച്ചത് 423 പേർ. 2 സംസ്ഥാനങ്ങളിലും ഇന്നലെ മാത്രം സൂര്യാഘാതം കവർന്നത് 102 ജീവൻ. സൂര്യകോപത്തിന്റെ ജ്വാലയിലെരിഞ്ഞ് ഒഡീഷയും പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശും. താപനിലയ്ക്കു പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആന്ധ്ര സർക്കാർ നഷ്ടപരിഹാരം 1 ലക്ഷം വീതം. വെന്തുരുകുന്ന കൊൽക്കത്തയിൽ പകൽ നേരത്ത് ടാക്സി സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനം. ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ കടുത്ത ചൂട് 44.5 ഡിഗ്രി. അലഹബാദ് എക്കാലത്തെയും കൂടിയ താപനിലയായ 48 ഡിഗ്രിയുടെ തീച്ചൂളയിൽ. സ്വപ്ന കിരീടം മുംബൈക്ക്. IPL കിരീടം മുംബൈ ഇന്ത്യൻസിന്. കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത് 41 റൺസിന്. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 202 റൺസ്. ചെന്നൈക്ക് നേടാനായത് 161 റൺസ് മാത്രം. അർദ്ധ സെഞ്ചുറി നേടിയ മുംബൈ നായകൻ രോഹിത് ശർമ്മ കളിയിലെ കേമൻ. രോഹിത്തിന് പിന്തുണയുമായി ലെൻഡൽ സിമൺസ്. മുംബൈ നേടിയത് 2ാം IPL കിരീടം. 8ാം സീസണിൽ 562 റൺസ് നേടിയ ഡേവിഡ് വാർണർക്ക് മികച്ച റൺ വേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഡ്വെയ്ൻ ബ്രാവോയ്ക്ക് പർപ്പിൾ ക്യാപ്പ്. മികച്ച യുവതാരമായി ശ്രേയസ് അയ്യർ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.